എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പാറത്തോട്ടില് ഷൈജു നെടുമ്പുറത്ത് ഷൈജു ചേട്ടൻ്റെ പാവൽത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഷൈജു ചേട്ടാ, എത്ര വർഷമായിട്ട് ഈ കൃഷി വർഷം തോറും ഇങ്ങനെ നടുന്നുണ്ട്? ഞാനൊരു 35 വർഷമായിട്ട്. 35 വർഷമായിട്ടാണ് ഷൈജു ചേട്ടൻ ഈ പാവൽ കൃഷി ഇറക്കുന്നത്. നല്ല പാവല്, നല്ല പൂത്താണ് നിൽക്കുന്നത്. എല്ലാ പാവലും ഇത് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്ര ഏക്കർ സ്ഥലമായിട്ട് ഇത് കൃഷി ചെയ്തേക്കുന്നത്? ഏകദേശം ഒരു 2.5-3 ഏക്കറോളം സ്ഥലം വരും. 3 ഏക്കറിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമ്മൾ പാവലും പയറും വാഴയൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 ഏക്കറോളം പാവലാണ് നിൽക്കുന്നത്. പിന്നെ തൊട്ട് മുകളിൽ പയർ നിൽപ്പുണ്ട്. പിന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് ഒരു 1 ഏക്കറോളം വാഴ. ഈ പാവലിനോട് ചേർന്നാണ് പയർ. തൊട്ട് മുകളിൽ നമുക്ക് പോയി കാണാം. കാച്ചു തുടങ്ങുന്നുണ്ട്. നമ്മൾ ഈ പാവയ്ക്ക ഇത് പാവല് നമ്മൾ എത്ര വർഷം എങ്ങനെയാ ഇതിന്റെ കൃഷി രീതികളൊന്ന് പറയാമോ? ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജൂൺ ജൂലൈ മുതലാണ് നമുക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാ നമ്മൾ അതിന്റെ ആദ്യം എന്താ ചെയ്യേണ്ടത്? അത് ആദ്യം നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തടം വെട്ടിയിട്ടേ അതിൻ്റെ അകത്ത് ചാണപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുരു കുരിപ്പിച്ച് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ തൈ പായി എടുത്തു വെച്ചിട്ട് അതിൻ്റെ നല്ല രീതിയിൽ അത് തൈ എല്ലാം കൂടെ നോക്കി നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഇത് കയറി പോളൂ ജൂൺ ജൂലൈയിൽ. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ കമ്പ് കുത്തി കയറ്റി വിടണം. ഇതെല്ലാം വെച്ച് കെട്ടി ഈറ്റ കുത്തി കയറ്റി വിടണം. എന്നാലും നമുക്ക് കയറി പോവുള്ളൂ. ഇതുണ്ടോ ഈ സംഭവം കണ്ടോ? വെച്ച് കെട്ടി കയറ്റി വിടണം. അപ്പൊ ഈ വളവും കാര്യങ്ങളും ഒക്കെ ഇത് വളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചാണപ്പൊടി ഇടണം. എല്ലുപൊടി ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് ചോട്ടിലിട്ട് തടം വെട്ടി കൂട്ടിയാലാണ് പതുക്കെ കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തടം വെട്ടണം. ഇതുണ്ടോ തടം വെട്ടേക്കുന്നത് കണ്ടു. തടം വെട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഇതെന്താ വല വലിച്ചു കാണാൻ കിട്ടുന്നത്? ഇതെങ്ങനെയാ? പ്ലാസ്റ്റിക് വള്ളിയാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് വള്ളിയാണ്. അല്ല നമുക്ക് മുതലാവൂല. കയറ് മേടിച്ച് കെട്ടാൻ നമുക്ക് ഒരു കണസിനും മുതലാവൂല. പ്ലാസ്റ്റിക് വള്ളിയിലാണ് ഈ അതെല്ലാം വലിച്ചു കെട്ടി. പ്ലാസ്റ്റിക് വള്ളി മാത്രമല്ല, കമ്പി ഊന്ന് കൊടുത്തിട്ട് ഊന്നല് നമ്മള് ഇതുണ്ടോ കമ്പി വലിച്ചിട്ട് പ്ലാസ്റ്റിക് വള്ളി കിട്ടുന്നത്. ഇത് എത്ര മാസം നമുക്ക് ഇതിന്റെ ആദായം എടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70 ദിവസം മുതൽ നമുക്ക് ആദായം എടുക്കാൻ തുടങ്ങാൻ പറ്റും. ഇതൊരു 120 ദിവസമായേ ഉള്ളൂ ഇപ്പൊ ഈ പാവല്. ആദ്യത്തെ വിളവ് നമ്മൾ എടുക്കുകയല്ലേ, പന്തലെല്ലാം ഇട്ട് ആദ്യത്തെ വിളവ് നമ്മൾ എത്ര നാൾ കഴിയുമ്പോഴാണ് എടുക്കുന്നത്? ആദ്യത്തെ വിളവ് എന്ന് പറഞ്ഞാൽ ഒരു 60-65 ദിവസം മുതൽ നമുക്ക് വെള്ളം എടുക്കാൻ തുടങ്ങും. ഞെരുക്കാൻ പോലെ ഇതുണ്ടോ, ഇതുപോലെ ഞെരുക്കാൻ പോലെ എടുക്കാൻ തുടങ്ങും അടിയിൽ നിന്ന്. അപ്പൊ 120 ദിവസം ആയുള്ളൂ ഈ പാവല് കൃഷി ഇത്ര ആക്കിയിട്ട് അല്ലേ? അപ്പൊ എത്രയോ പേരുടെ അധ്വാനത്തിന്റെ ഫലമായിരിക്കാമല്ലോ ഇത്രയും. 120 ദിവസം എന്ന് പറയുമ്പോ 4 മാസം, 3 12 120 ദിവസം. എത്ര പ്രാവശ്യം ഒരു വർഷം ആദായം എടുക്കാൻ പറ്റും? ഇത് 6 മാസം 7 മാസം ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുള്ളൂ. നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 8-9 മാസം വരെ കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കിട്ടില്ല. ഇപ്പൊ ഈ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാലാവസ്ഥ ഇതെല്ലാം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇത് കൃഷി വിജയകരമല്ല. നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കും. അത് എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കണം? അത് 1.5 നേരം നനച്ചു കൊടുക്കണം. ഇന്നലെ നനച്ചേക്കണം. അത് നന്നായിട്ട് ഉണങ്ങി കിടക്കും. ഉണങ്ങി കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഒരു ചെറിയൊരു തൂണോടെ പെയ്തായിരുന്നല്ലോ. മിനിയാന്ന് നനച്ചു, ഇന്നലെ തൂണോടെ ഇന്നും മഴ പെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നനയ്ക്കാതിരിക്കുവായിരുന്നു. ഈ പാവലിന് ഇങ്ങനെ സാധാരണ ആളുകളെ ഇതിങ്ങനെ കവർ ചെയ്യുന്ന കാണാമല്ലോ, അതെന്താ? ഇതിനകത്ത് ചെയ്തിട്ടില്ലല്ലോ. അതൊക്കെ നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് കേടുകൾ കുറവുണ്ടായിരുന്നു. അന്നേരം കവർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അത് കവർ ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കോഴിവളം ഇവിടെ കലക്കിയിട്ടേക്കുന്നത്. കോഴിവളം മുതല് ഇതുണ്ടോ, ഒന്ന് ഞാൻ കാണാൻ പറ്റുമേ. കോഴിവെള്ളം, ചാണാന, പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കൂടി കലക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇതുണ്ടോ ഇത് കോഴിവെള്ളം, ചാണാന, പിണ്ണാക്ക്,
മാറ്റം പോസ് എല്ലാം കൂടെ കൂടി കറക്കിട്ടേക്കണത് ഇത്രയും കിടന്നുണ്ട്. ഇതിൽ വളത്തിന്റെ കൂട്ടം ഈ വളത്തിന്റെ കൂട്ടം ഇതിന്റെ വളത്തിന്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴിവളം, പിന്നെ വാറ്റം പോസ്, പിന്നെ പിണ്ണാക്ക്, പിന്നെ മറ്റേ എന്നാ സ്റ്ററാമില്ല്, പിന്നെ ഗ്യാരാമില്ല്, പിന്നെ അങ്ങനെയുള്ള 5-6 കൂട്ടം വളങ്ങൾ കൂട്ടിയാണ് ഇത് കലക്കി ഇട്ടിട്ട് നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. ഇതിൻ്റെ എന്നാലും നമ്മൾ 4 മാസം കൊണ്ട് നമുക്ക് ഇടയ്ക്കാൻ മഴക്കാലത്ത് ഇച്ചിരി മോശമായിട്ട് വന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ ആക്കി എടുത്തു. ഇതുകൊണ്ടോ കണ്ട അറിയാതെ വന്നായാലും ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അടിക്കാനുള്ള സംഭവമാണ് ഇത്. വെള്ളം അടിക്കാന്ന് വെള്ളം പറ്റി തുടങ്ങി. ഇതൊക്കെ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുക്കണം ഈ സംഭവം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വെള്ളം പറ്റാറായി. ഷാജി ചേട്ടൻ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടില്ല. അപ്പൊ ഇത്ര എന്നാ പറഞ്ഞാലും ഇതുപോലെ കഷ്ടപ്പെട്ട ഈ നല്ല കഷ്ടപ്പാട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കേട്ടോ. ഇതൊന്നും അല്ല, ഇത് സംഭവം ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാവല് കൃഷി ഇതൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ എത്തുന്നതാ. ഏറ്റവും കൂടുതൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ വൈഫാണ്, എന്റെ പെണ്ണുമുള്ളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സംഭവം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. പണിക്കാരൊന്നും ഇല്ല. ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ഈ പൊന്നി കൂടും, അത്രേ ഉള്ളൂ, ഇടയ്ക്ക് മാത്രം. എന്നാലും ഞങ്ങള് അതുപോലെ ഞാൻ നല്ലൊരു നമ്മുടെ പിന്തുണ വൈഫാ. കാരണം വെച്ച് കഴിഞ്ഞാല് അതുപോലെ രാവിലെ 6 മണിക്ക് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 6:30 വരെ സന്ധ്യയാണ് എപ്പോഴും. ഇന്നിപ്പോ ഇതിന്റെ അകത്ത് ഒരു 100-200-250 കിലോ കായത്താണ്ട് നോക്കി അറിയാലോ. അതെന്ന് വെച്ചാൽ ഞാനും എന്റെ വൈഫും കിടന്ന് പണിത് ഇത്രയും കിടന്ന് പണിതിട്ട് നമ്മൾ ഇത് അരിഞ്ഞുണങ്ങി ഞാൻ കയറ്റി വിടുന്നുണ്ട്. അരിഞ്ഞുണങ്ങി കയറ്റി വിടുന്നത് ഈ ഇട ഞാൻ 10-20 കിലോ കയറ്റി വിട്ടു. അത് 300 രൂപ, 310 രൂപ, 290 രൂപ വരെ വില കിട്ടുന്നത്. ഞാൻ ചുപ്പന്റെ അടുത്ത കഴിഞ്ഞ ദിവസം 290 രൂപയ്ക്ക് കയറ്റി വിട്ടത്. അത് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 300-310 വരെ വില കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം നമ്മള് എല്ലാവരും ഈ ഷാജി ചേട്ടന്റെ പാവൽ കൃഷി കണ്ടല്ലോ. ഇനി ഷാജി ചേട്ടന് കുറച്ച് പച്ചക്കൃഷി ഉണ്ട്, പച്ചപ്പയർ കൃഷി ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം.